നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓയിൽ കമ്പനികൾക്കും റിഫൈനറികൾക്കും പെട്രോ കെമിക്കൽസ് കമ്പനികൾക്കും അതുപോലെ തന്നെ ഫെർട്ടിലൈസർ കമ്പനികൾക്കും എല്ലാം ഹീറ്ററുകളും ക്രാക്കിംഗ് ഫർണസുകളും ഒക്കെ നൽകുന്ന ഒരു കമ്പനി. അതിൻ്റെ പേര് JNK ഇന്ത്യ ലിമിറ്റഡ്. ഈ കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 23-ാം തീയതി ഓപ്പൺ ചെയ്യുന്നു. ഏപ്രിൽ 25-ാം തീയതി ഇത് ക്ലോസ് ചെയ്യും. 649.47 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 300 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. JNK ഇന്ത്യ ലിമിറ്റഡ്. ഈ കമ്പനി താനെയിലാണ്, മഹാരാഷ്ട്രയിലാണ് അവരുടെ കോൺടാക്ട് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും പ്രധാന ഉൽപ്പാദന യൂണിറ്റ് ഗുജറാത്തിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹീറ്റേഴ്സും റിഫോമേഴ്സും ക്രാക്കിംഗ് ഫർണസുകളും ഒക്കെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ തെർമൽ ഡിസൈനിങ്, എൻജിനീയറിങ്, മാനുഫാക്ചറിങ്, സപ്ലൈയിങ്, ഇൻസ്റ്റാളിങ്, അതുപോലെ തന്നെ കമ്മീഷനിങ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്പനിയാണ് JNK ഇന്ത്യ ലിമിറ്റഡ് എന്ന ഈ കമ്പനി. JNK ഇതിനകം തന്നെ ആന്ധ്രാപ്രദേശ്, ആസാം, ബീഹാർ, കർണാടക, കേരള, മഹാരാഷ്ട്ര, തമിഴ്നാട്, പിന്നെ വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഗുജറാത്ത്, ഒഡീഷ, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ക്ലയൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പറയുകയാണെങ്കിൽ നൈജീരിയയിലും മെക്സിക്കോയിലും ഉള്ള അവരുടെ പ്രൊജക്റ്റുകൾ ഇതിനകം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒമാൻ, അൾജീരിയ, ലിത്വാനിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇന്ത്യക്കകത്ത് 21ഓളം കസ്റ്റമേഴ്സാണുള്ളത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട 8 ക്ലയൻറ്റുകൾ ഇവർക്കുണ്ട്. അപ്പോൾ ഈ ക്ലയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ കോർപ്പറേറ്റുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ കമ്പനികൾ, റിഫൈനറികൾ, പെട്രോ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ ഹൈഡ്രജൻ, മെത്തനോൾ പ്ലാന്റുകൾ, ഇതെല്ലാമാണ് ഇവരുടെ ക്ലയൻസ്. നമുക്ക് ഇന്ത്യയിലെ ചില ക്ലയൻസിൻ്റെ പേര് എടുത്തു പറയാവുന്ന ചില ക്ലയൻസിനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്, അതുപോലെ നുമാലിക റിഫൈനറി ലിമിറ്റഡ്, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. JNKയുടെ പ്രധാന പ്ലാന്റ് ഗുജറാത്തിലെ മുന്ദ്രയിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ്. അവിടെ ഒരു വലിയ പ്ലാന്റാണ്. 20,243 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള ആ പ്ലാന്റിൻ്റെ വാർഷിക ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 5000 മെട്രിക് ടണ്ണാണ് ആ പ്രൊഡക്റ്റുകൾ. JNKയുടെ പ്ലാന്റിൽ 235ഓളം പെർമനൻറ്റ് എംപ്ലോയീസാണുള്ളത്. അതിൽ 77 പേര് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും 79 പേര് പ്രൊജക്റ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലുമാണ് ജോലി ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ, സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് 2021 മുതൽ 2023 വരെ അവരുടെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചതാണ്. 71.97%, 68.09%, 67.75% എന്നിങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചാ നിരക്ക് കാണിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മാസ്കോട്ട് ക്യാപിറ്റൽ ആൻഡ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, JNK ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ്, ഈ 2 കോർപ്പറേറ്റ് മെമ്പർമാർ. അതുകൂടാതെ അരവിന്ദ് കാമത്ത്, അദ്ദേഹത്തിൻ്റെയാണ് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്, ചെയർപേഴ്സണാണ്. പിന്നെ ഗൗതം രാംപെല്ലി, ദീപക് കച്ചാർലാൽ ഭറൂക്ക എന്നിങ്ങനെയാണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സിൻ്റെ പേരുകൾ. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 94.56% ഓഹരികളുണ്ട്. ഇനി JNK ഇന്ത്യയുടെ മറ്റ് കീ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. EPS 9.51, P റേഷ്യോ 41.54, ഇഷ്യൂ കഴിയുമ്പോൾ 43.64 ആയിരിക്കും. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 47.71%, NAV 25.45 പെർ ഷെയർ എന്നും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഇഷ്യൂ നടത്തുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടും ജനറലായിട്ടുള്ള കമ്പനിയുടെ ആവശ്യങ്ങൾ നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ ഇത്രയും തുക സമാഹരിക്കുന്നത്. അതിൽ 275.72 കോടി രൂപ അവർ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ബാക്കിയുള്ളത് കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തെർമാക്സും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസുമാണ് ഇവരുടെ പ്രധാന ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ.
ലീഡ് മാനേജേഴ്സ് IIFL സെക്യൂരിറ്റീസും ICICI സെക്യൂരിറ്റീസും ആയിരിക്കും. പിന്നെ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 2022 നിന്ന് 2023 എത്തുമ്പോഴത്തേക്കും കമ്പനിയുടെ റവന്യൂ 38.5% വർധനവ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അത് നെറ്റ് ഇൻകം എന്നുള്ള ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് 2022ഉം 2023ഉം തമ്മിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 28.84% അതിൻ്റെയും വളർച്ച കാണിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഇപ്പോഴത്തെ നിലവാരം നോക്കുകയാണെങ്കിൽ വളരെ മികച്ചതാണ് എന്ന് നമുക്ക് ഫിനാൻഷ്യൽ സൈഡ് പറയാനായിട്ട് സാധിക്കും. ഇനി JNK ഇന്ത്യയുടെ ഇഷ്യൂ ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഏപ്രിൽ 23 മുതൽ 25 വരെയാണ് ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. 395 രൂപ മുതൽ 415 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇത് റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഹരിയാണ്. ഫ്രഷ് ഇഷ്യൂ 300 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ഓഫർ ഫോർ സെയിൽ 349.47 കോടി രൂപയ്ക്കുള്ളതാണ്. അതായത് 84.21 ലക്ഷം ഓഹരികളാണ് ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ 649.47 കോടി രൂപ വരും. റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 36 ഓഹരികളാണ് ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. HNI കാറ്റഗറിയിലാണെങ്കിൽ 14 ലോട്ട് മുതൽ 66 ലോട്ട് വരെയാണ് അപ്ലൈ ചെയ്യാവുന്നത്. അത് ബിഗ് HNI കാറ്റഗറിയിലാണെങ്കിൽ 67 ലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ ഇതിന് 2 രൂപയേ ഉള്ളൂ. 2 രൂപ വിലയുള്ള ഓഹരികളാണ് ഈ 415 അപ്പർ ബാൻഡായിട്ട് വന്നിരിക്കുന്നത്. റീറ്റെയിൽ അലോക്കേഷൻ പറയുന്നത് 35% ഉണ്ട്. 35% റീറ്റെയിലേഴ്സിന് കിട്ടും. അലോട്ട്മെൻറ്റ് വരുന്നത് ഏപ്രിൽ 26 ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണിത്. ഇതിൻ്റെ ലിസ്റ്റിംഗ് മിക്കവാറും ഏപ്രിൽ 30 ആയിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് ഫിനാൻഷ്യലി വളരെ സൗണ്ട് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. മാത്രമല്ല ഇത് റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ബാൻഡാണ് ഇതിന് കാണുന്നത്. ഇവർക്ക് ഈ 2023 തന്നെ ഓർഡർ ബുക്ക് ഒരു 845 കോടി രൂപയ്ക്കുള്ളത് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 2308.27 കോടി രൂപയ്ക്കുള്ളതായിരിക്കും ഇഷ്യൂ കഴിയുമ്പോൾ. പിന്നെ ഇവർക്ക് ഒരു നല്ല ഡിവിഡൻഡ് പോളിസി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2021ലും 2022ലും 100% ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളൊരു കമ്പനിയാണ്. 2023ലും 24 ആദ്യത്തെ 9 മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അവർ 15% വെച്ച് ഡിവിഡൻഡ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇൻ്റർനാഷണലിയും വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളൊരു കമ്പനിയാണ്. ഇത് വളരെ മികച്ച തെർമൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കാര്യത്തിലും ഫർണസുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ച കമ്പനികളിൽ ആദ്യ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു കമ്പനിയാണ് JNK. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓഹരികൾ മിഡ് ടേം നോക്കുന്നവർക്കും ലോങ് ടേം നോക്കുന്നവർക്കും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. JNK ഇന്ത്യയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. നിങ്ങൾ ഈ വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മറ്റൊരു IPO വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.